വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം. എല്ലാ ശ്രോതാക്കൾക്കും വികസനത്തിന്റെ പുതുവഴികളിലേക്ക് സ്വാഗതം. കേന്ദ്ര പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ വിഷയം അടൽ പെൻഷൻ യോജന. ഈ പദ്ധതിയെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുന്നത് റിട്ടയർഡ് ചീഫ് ബാങ്ക് മാനേജറായ ജയശ്രീ CG. നമസ്കാരം. 60 വയസ്സിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? നമ്മളിൽ പലരും ദിനം പ്രതി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. കർഷകരായാലും കൂലിപ്പണിക്കാരായാലും ചെറിയ വ്യാപാരികളായാലും നമുക്ക് സ്ഥിരമായി വരുമാനമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വയോധിക അവസ്ഥയിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം വരുമാനമുണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം? ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. അതിനുള്ള മികച്ച അവസരമാണ് അടൽ പെൻഷൻ യോജന. ഈ ലക്ഷ്യത്തോടെ 2015 ഭാരത സർക്കാർ ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് APY എന്ന് ചുരുക്കപ്പേരുള്ള അടൽ പെൻഷൻ യോജന. ഈ പദ്ധതിയിലൂടെ ഒരു വ്യക്തിക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക പ്രതിമാസ പെൻഷനായി ലഭിക്കും. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS ആണ് ഈ പദ്ധതിയെ നിയന്ത്രിക്കുന്നത്. ഇതിന്റെ സവിശേഷതകളിലേക്ക് കടക്കാം. ഈ പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം? 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ചേരാം. കൂടാതെ ആ വ്യക്തിക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അഥവാ ഇല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങണം. അടൽ പെൻഷൻ യോജനയുടെ പ്രത്യേകതകൾ നോക്കാം. ഈ പദ്ധതിയിൽ ഓരോ മാസവും ചെറിയൊരു തുക മാത്രം നിക്ഷേപിച്ചാൽ മതി. നമ്മുടെ വയസ്സിനെ ആശ്രയിച്ച് ആ തുക വ്യത്യാസപ്പെടും. ചേരുന്നത് മുതൽ 60 വയസ്സ് വരെ ഓരോ മാസവും തുക അടയ്ക്കണം. ഇങ്ങനെ അടച്ചാൽ 60 വയസ്സിന് ശേഷം 1000 രൂപ മുതൽ പരമാവധി 5000 രൂപ വരെ ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവനും പ്രതിമാസ പെൻഷൻ ലഭിക്കും. ചെറിയ തുകയോടെ ആരംഭിക്കുന്ന ഈ സംരക്ഷണം ഭാവിയിൽ വലിയ ആശ്വാസമാകും. ഉദാഹരണത്തിന് 18 വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾ 60 വയസ്സിന് ശേഷം 1000 രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ ആ വ്യക്തി 42 രൂപ മാത്രം ഓരോ മാസവും അടച്ചാൽ മതിയാകും. ഇതേ ആൾക്ക് 5000 രൂപ മാസ പെൻഷൻ കിട്ടണമെങ്കിൽ 18 വയസ്സ് മുതൽ മാസം 210 രൂപ മാത്രം അടച്ചാൽ മതി. ഈ തുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയി ഡെബിറ്റ് ആകും. അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. പ്രായത്തിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയുടെ പട്ടിക സർക്കാർ നിശ്ചയിക്കുന്നതാണ്. ഈ വിവരങ്ങൾ അംഗീകൃത ബാങ്കുകളിൽ ലഭ്യമാണ്. കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിന്റെ സൈറ്റിൽ പരിശോധിച്ചാലും ഈ വിവരങ്ങൾ ലഭിക്കും. മന്ത്ലിക്ക് പുറമെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി എന്നീ കാലയളവുകളിലും ഈ തുക അടയ്ക്കാവുന്നതാണ്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി സർക്കാരിൽ നിന്നും ഒരു തുക പെൻഷൻ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പദ്ധതിയിൽ ചേർന്ന വ്യക്തി 60 വയസ്സിന് ശേഷം മരണപ്പെട്ടാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ പെൻഷൻ ലഭിക്കും. അതായത് മരിച്ച വ്യക്തിയുടെ സ്പൗസിന് പെൻഷൻ ലഭിക്കും. ഇരുവരും ഇല്ല എങ്കിൽ നാമനിർദ്ദേശം, അതായത് നോമിനേഷൻ ചെയ്ത വ്യക്തിക്ക് സംരക്ഷിത തുക ലഭിക്കുന്നതാണ്. APY അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോമിനേഷൻ നിർബന്ധമാണ്. 60 വയസ്സിന് മുമ്പ് ആ വ്യക്തി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടായാൽ മാത്രമേ 60 വയസ്സിന് മുൻപ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അഥവാ ഈ APY അക്കൗണ്ടിൽ നിന്നും പിന്മാറാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ സംഭവിച്ചാൽ സംരക്ഷിത തുക സ്പൗസിനോ നോമിനിക്കോ ലഭിക്കുന്നതാണ്. അവർ പെൻഷൻ ലഭിക്കാൻ അർഹരല്ല. അടൽ പെൻഷൻ യോജന അക്കൗണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. ആ വ്യക്തി ഇന്ത്യൻ പൗരൻ അല്ലാതായാൽ APY അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടും. അടച്ച തുക ആ വ്യക്തിക്ക് ലഭിക്കും. അടൽ പെൻഷൻ യോജന അക്കൗണ്ട് മുടക്കം വരുത്തിയാലോ? അതായത് ഇറഗുലർ ആയാൽ പിഴ പലിശ അടച്ച് പുതുക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് ഒരു APY അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു APY അക്കൗണ്ട് ഉള്ള വ്യക്തിക്ക്
പെൻഷൻ തുക കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം. ഏപ്രിൽ മാസത്തിൽ മാത്രമേ ഈ സ്വിച്ചിങ് ഓപ്ഷൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 60 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ പെൻഷൻ. സാമ്പത്തിക സ്വാതന്ത്ര്യം. ചെറുതായി സമ്പാദിച്ചാൽ ഭാവിയിൽ വലിയ സുരക്ഷ. സർക്കാർ പിന്തുണയുള്ള പദ്ധതി. ഭാരത സർക്കാരിന്റെ ഉറപ്പുള്ള പദ്ധതി സുരക്ഷിതവും വിശ്വസനീയവുമാണ്. എത്രയും നേരത്തെ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. അതായത് വയസ്സ് കുറയും തോറും മാസം അടയ്ക്കേണ്ട തുകയും കുറയും. ഇന്ന് സംരക്ഷിക്കൂ, നാളെ സുരക്ഷിതരാകൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടവും സമാധാനപൂർണവും ആത്മാഭിമാനവും ഉള്ളതാകട്ടെ. അടൽ പെൻഷൻ യോജനയെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് റിട്ടയേർഡ് ചീഫ് ബാങ്ക് മാനേജർ ജയശ്രീ CG. വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.